മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 115-ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ബ്രയോണിയ എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ നേരത്തെ ബെൽഡോണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബ്രയോണിയുമായിട്ട് ചില താരതമ്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ മുൻപും മറ്റു ചില ഔഷധങ്ങളിൽ ബ്രയോണിയെക്കുറിച്ച് ആനുഷംഗികമായി കെൻ്റ് പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് ബ്രയോണിയെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ബ്രയോണിയെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യപ്രകൃതിയെക്കുറിച്ചും ഔഷധങ്ങളുടെ പ്രകൃതിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഹ്യൂമൻ നേച്ചർ, മെഡിസിനൽ നേച്ചർ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വകഭേദമാണത്. അപ്പോൾ അങ്ങനെ ഒരു ഔഷധത്തിൻ്റെ പ്രകൃതത്തെ തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബ്രയോണിയ. എവരി മെഡിസിൻ ഹാസ് എ സ്ഫിയർ ഓഫ് ആക്ഷൻ, എ പെക്യുലിയർ നേച്ചർ whereby it differs from all other medicines, and hence it becomes suitable to complaints of one class and not suitable to those of another. അപ്പോൾ ഓരോ ഔഷധത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രവർത്തന മണ്ഡലമുണ്ട്. ഒരു പ്രവർത്തന മണ്ഡലത്തിലാണ് ഓരോ ഔഷധവും പ്രവർത്തിക്കുന്നത്. അതിന് പുറത്ത് അതിന് പ്രവർത്തനമില്ല. ആ ഒരു മണ്ഡലം ഏതാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. അത് അതിൻ്റെ പെക്യുലിയർ നേച്ചർ വെച്ചിരിക്കും. എന്താണോ ആ ഔഷധത്തിൻ്റെ തനത് സ്വഭാവം, ആ തനത് സ്വഭാവം അനുസരിച്ചിരിക്കും ഏത് മണ്ഡലത്തിലാണത് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്വഭാവം, വ്യക്തികളുടെ സ്വഭാവം നമുക്ക് അറിയാം. മനുഷ്യർക്കും ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ട്, ഓരോ പ്രകൃതമുണ്ട്. ഈ ഔഷധത്തിൻ്റെ പ്രകൃതവും മനുഷ്യൻ്റെ അല്ലെങ്കിൽ രോഗിയുടെ പ്രകൃതവും തമ്മിലുള്ള താരതമ്യം, അതാണ് നമ്മൾ മെഡിസിൻ സെലക്ഷനിലൂടെ, റെപ്പർട്ടൈസിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. It is like the nature of human beings as they differ from each other, and also like the nature of diseases which differ from each other in character. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം, ഔഷധങ്ങളുടെ സ്വഭാവം, രോഗാവസ്ഥകളുടെ സ്വഭാവം, ഓരോ രോഗാവസ്ഥയ്ക്കും അതിൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു രോഗിയിൽ പ്രകടിപ്പിക്കപ്പെടുന്ന രോഗത്തിൻ്റെ സ്വഭാവം എന്ത്, ഒരു രോഗിയിൽ പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയായിരിക്കില്ല മറ്റൊരു പ്രകൃതി. ഇപ്പോൾ വാദം, എല്ലാവരെയും വാദരോഗി എന്ന് ബ്രാൻഡ് ചെയ്യുമെങ്കിലും ഓരോരുത്തരുടെയും ഓരോരുത്തരിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി, ആ രീതിയുടെ ആ മാനിഫെസ്റ്റേഷൻ്റെ നേച്ചർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ നേച്ചർ അനുസരിച്ച് അതിന് അനുപൂരകമായിട്ടുള്ള ഔഷധം വേണം കൊടുക്കാൻ. അപ്പോൾ അതാണ് ആ ഒരു ഔഷധത്തിൻ്റെ നേച്ചറും ഒരു ഡിസീസിൻ്റെ നേച്ചറും പേഷ്യൻറ്റിൻ്റെ നേച്ചറും എന്ന് പറയുന്നത്. വി സ്റ്റഡി എ റെമഡി ഓൾസോ ഇൻ റിഗാർഡ് ടു ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് കണ്ടിന്യൂവൻസ്, ഇറ്റ്സ് റെമിറ്റൻസ് ഓർ ഇൻറമിറ്റൻസ്. അപ്പോൾ ഒരു ഔഷധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ട പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. വെലോസിറ്റി ആൻഡ് കണ്ടിന്യൂവൻസ്. വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു മരുന്നിൻ്റെ വെലോസിറ്റി, ഈ മരുന്നിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിംറ്റംസ് പ്രകടമാകുന്നതിൻ്റെ ആ ഒരു വേഗത, എത്ര വേഗത്തിൽ പ്രകടമാകുന്നു. ബെലഡോണയും അക്കോണൈറ്റും നമ്മൾ കണ്ടു, കൊടുങ്കാറ്റ് വരുന്ന മാതിരിയാണ്. ഒരു തണുത്ത ഡ്രൈ ക്ലൈമറ്റിലേക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായ പകൽ സമയം, സന്ധ്യ ആകുമ്പോഴേക്കും പെട്ടെന്ന് ആളെ പിടിച്ച് കുലുക്കുന്ന ഒരു രോഗാവസ്ഥ വരുന്നു അക്കോണൈറ്റത്തിൽ. ബെൽഡോണയിലും നമ്മൾ കണ്ടു അതിൻ്റെ വയലൻസ്, അതിൻ്റെ ഹീറ്റ്, അതിൻ്റെ അസ്വസ്ഥതകൾ, ഡെലിറിയം. അപ്പോൾ ഒരു ഹൈ സ്പീഡ് അല്ല, ഹൈ വെലോസിറ്റി അല്ല ബ്രയോണിയിൽ വരുന്നത്. അപ്പോൾ അതാണ് കെൻ്റ് പറഞ്ഞു വരുന്നത്. ഓരോ ഔഷധത്തിനും അതിൻ്റേതായിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു കണ്ടിന്യൂവൻസ് ഉണ്ട്. ചിലത് ഇടയ്ക്ക് മുറിഞ്ഞ് വീണ്ടും വരാം. അതാണ് റെമിറ്റൻസും ഇൻറമിറ്റൻസും ഉണ്ട്. The symptoms of some remedies come on suddenly with great violence
with great rapidity, stay but a short time in their paroxysm, and go off as if nothing has happened. Others come on slowly, are deep acting and continuous, like the continued fevers. We notice the complaints of Ignatia, how flitting and intermittent and unexpected everything is. We notice in Aconite how complaints come on with violence, and in Belladonna with what suddenness they come on. അപ്പോൾ ഇഗ്നേഷ്യയിൽ ഈ ഫ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ മിന്നായം പോലെ വരുന്നു, ഇൻ്റർമിറ്റൻ്റ് ആണ്, ഇടവിട്ട് വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമാണ്. അത് ഇഗ്നേഷ്യയിൽ പിന്നീട് നമുക്ക് കാണാം. അക്കോണൈറ്റത്തിൽ അതിൻ്റെ വയലൻസ്, ബെൽഡോണയിൽ സഡൻനെസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയല്ല ബ്രയോണിൻ്റെ കാര്യത്തിൽ. വെൻ വി കം ടു ദ സ്റ്റഡി ഓഫ് ബ്രയോണിയ, വി ഫൈൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് പേഴ്സിസ്റ്റന്റ് റെമഡി. സുസ്ഥിരതയുള്ള ഔഷധം, ഏറ്റവും അധികം സുസ്ഥിരതയുള്ള ഔഷധങ്ങളിലൊന്നാണ് ബ്രയോണിയ. ആ ബ്രയോണിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന സുസ്ഥിരത, പെർസിസ്റ്റൻസ്. ഇറ്റ്സ് കംപ്ലൈൻസ് ഡെവലപ്പ് സ്ലോലി, ദാറ്റ് ഈസ് സ്ലോലി ഫോർ അക്യൂട്ട് കണ്ടീഷൻ. അക്യൂട്ട് കണ്ടീഷൻ്റെ കാര്യത്തിലാണ്. അതിന് ലക്ഷണങ്ങൾ വികസിച്ച് വരുന്നത് വളരെ സാവകാശമാണ്. ബ്രയോണിൻ്റെ അക്യൂട്ട് കണ്ടീഷൻസ് വളരെ സാവകാശം വികസിച്ച് വരുന്നു, പെർസിസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് കംപ്ലൈൻസ് ആർ കണ്ടിന്യൂസ്, റെമിറ്റൻറ്റ് ആൻഡ് ഓൺലി ഒക്കേഷണലി ഇൻ്റർമിറ്റൻറ്റ്. ഇൻ്റർമിറ്റൻ്റ് ആവുന്നില്ല, റെമിറ്റൻ്റ് ആണ്, വന്ന് പെർസിസ്റ്റ് ചെയ്യുന്നു, സുസ്ഥിരമായി നിലനിൽക്കുന്നു. അതാണ് ബ്രയോണിയുടെ നേച്ചർ. ദേ ഇൻക്രീസ് ഇൻ ടു വയലൻസ്, ബട്ട് ദ വയലൻസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ഫ്ലാഷ് ആസ് ഇൻ അക്കോണൈറ്റ് ഓർ ബെൽഡോണ, ആൻഡ് ഹെൻസ് ഇറ്റ് കൺഫേം to a type of disease with continued fever, to rheumatism, and come with gradually increasing severity, gradually increasing and involving one joint after another, until all the white fibrinous tissues are in a state of inflammation, pain and distress. അപ്പോൾ അക്കോണൈറ്റോ ബെൽഡോണയോ പോലെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ, ചുഴലിക്കാറ്റ് പോലെ വന്ന് കുലുക്കി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് പോകുന്നതോട് പിന്നെ ഒന്നുമില്ല, അങ്ങനത്തെ സംഭവം വന്ന പോലും അറിയില്ല. ആ ഒരു അവസ്ഥയല്ല ബ്രയോണിലെങ്ങനെ കണ്ടിന്യൂഡ് ഫീവറിൽ കാണുന്ന പോലെ, റൊമാറ്റിസിൽ വാതരോഗങ്ങളിൽ കാണുന്ന പോലെ ഗ്രാജ്വലി ഇൻക്രീസിങ് സിവിയറിറ്റി, അതിൻ്റെ രൂക്ഷത വളരെ സാവകാശം പടിപടിയായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ട് എങ്ങനെയാണ് ഓരോരോ സന്ധികളായിട്ടിങ്ങനെ ബാധിക്കുന്നു. എല്ലാ സന്ധികളും ഇപ്പോൾ ബെൽഡോണയുടെയോ അല്ലെങ്കിൽ അക്കൗണ്ടത്തിൻ്റെ ഒരു ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാം, പക്ഷെ എല്ലാം കൂടി ഒരിട്ടടിക്കാണ്. കൈകാലുകളിൽ, കൈവിരൽ മുട്ടുകളിലൊക്കെ അങ്ങ് വരും. ഇതങ്ങനെയല്ല, ആദ്യം ഒരു ജോയിൻറ്റിൽ, ഇപ്പോൾ ഒരു ഇടത് കാൽമുട്ടിൽ, പിന്നെ വലത് കാൽമുട്ടിൽ, പിന്നെ കയ്യിൽ, കൈയുടെ വിരലിൽ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് അത് അവസാനം എല്ലാ സന്ധികളെയും ബാധിക്കുന്നു. അത് തുടർച്ചയായ പനിയായി വരുന്നു. നമ്മൾ വാദം എന്ന് പറയുന്നൊരവസ്ഥ. വൈറ്റ് ഫൈബ്രനസ് ടിഷ്യൂസ്, എല്ലാ അത്തരം ഫൈബ്രനസ് ടിഷ്യൂസിലും ഇൻഫ്ലമേഷൻ വരുന്നു, വേദന വരുന്നു, രോഗിയായി ഡിസ്ട്രസ്സിലാവുന്നു, രോഗിയായി വിഷമത്തിലാവുന്നു. ആകെ വിഷമത്തിലായിരിക്കുന്ന രോഗി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എഴുന്നേറ്റ് നടക്കാനോ ഇരിക്കാനോ എന്തെങ്കിലും കൈകൊണ്ടെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ വാതരോഗങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു വാഹനത്തിൽ കയറി ഇറങ്ങാൻ പറ്റുന്നില്ല, ചില വീട്ടിലേക്ക് തന്നെ കയറാനോ ഇറങ്ങാൻ പറ്റുന്നില്ല, പാത്രം കഴുകാൻ പറ്റുന്നില്ല, ആഹാരം പരിഹരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രോഗി ഡിസ്ട്രസ്സിലാവുന്നു, രോഗി ആകെ വിഷമത്തിലായിത്തീരുന്നു. അതാണ് ഇതിൻ്റെ ഒരു നേച്ചർ. ഇറ്റ് ഹാസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എനിവെയർ അബൌട്ട് ദ ബോഡി. ശരീരത്തിൽ എവിടെയും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വരാം, പക്ഷേ പർട്ടിക്കുലർലി എവിടെയാ? ദ ഫൈബ്രനസ് ടിഷ്യൂസ്, സിറസ് മെംബ്രെയിൻസ്, ലിഗമെന്റ്സ് ആൻഡ് ജോയിൻസ് ആൻഡ് അപ്പോന്യൂറോസിസ്. അപ്പം ഇങ്ങനെയുള്ള സവിശേഷമായ സ്ഥലങ്ങളിൽ ഫൈബ്രസ് ടിഷ്യൂസിൽ, സിറസ് മെംബ്രെയിനിൽ, ലിഗമെന്റ്സിൽ, ജോയിൻസിൽ, അപ്പോന്യൂറോസിസിൽ, ഇത്തരം അവസ്ഥകളിലാണ് സവിശേഷമായി ബ്രയോണിയ ആക്ട് ചെയ്യുന്നത്. ബാക്കി എവിടെയും വരാം. ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ കോട്ടിംഗ് ഓഫ് നെർവ്സ് വിത്ത് ഇറ്റ്സ് കഞ്ചഷൻ. നാഡികളുടെ ആവരണത്തിൽ വരുന്നു, കഞ്ചഷൻ ഉണ്ടാക്കുന്നു. ആൻഡ് ദീസ് ഗ്രാജ്വലി ഇൻക്രീസ് ഇൻ സിവിയറിറ്റി. അത് ബ്രയോണിയുടെ സ്വഭാവം. ഏത് പ്രശ്നമായാലും ശരി, അതിൻ്റെ രൂക്ഷത ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു വരികയേ ചെയ്യുള്ളൂ. From the beginning, there are present the characteristic features, and it may be seen that this patient is
കമ്മിങ് ഡൗൺ വിത്ത് എ ബ്രയോണിയ സിക്നസ്. അപ്പോൾ ഒരു രോഗി അയാളൊരു ബ്രയോണിയ രോഗാവസ്ഥയിലാണ് അയാൾ വയ്യാതാകുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ തനത് സ്വഭാവം നമുക്ക് തുടക്കം മുതലേ കാണാൻ പറ്റും. ആ വരവ് കണ്ടാൽ പെട്ടെന്ന് വരികയല്ല, അതിന് രൂക്ഷത ഇല്ല, പതുക്കെ പതുക്കെ സാവകാശം ഓരോരോ സന്ധികളെ ബാധിച്ചുകൊണ്ട് ഓരോരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ എൻ്റെ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ബ്രയോണിക് സിക്നസ്. ദ പേഷ്യൻ്റ് ഹാസ് സെവറൽ ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഒരാൾ രോഗിയെന്ന് മറ്റുള്ളവരുടെ കാഴ്ചയിൽ രോഗിയെന്ന് പറയിപ്പിക്കുന്നതിന് മുമ്പ് പല ദിവസങ്ങളിലൊരു തയ്യാറെടുപ്പുണ്ട്. ഒരു രോഗിയാകാൻ തയ്യാറെടുക്കുക, രോഗിയെന്ന് മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കാൻ ആ ആൾക്ക് തന്നെ തോന്നാൻ ഒരു തയ്യാറെടുപ്പ്, ഏതാനും ദിവസങ്ങളുടെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ, ഒരു വർധനവ്. He does not feel very well, is languid and tired, does not want to be spoken to, does not want to move, and this gradually increases. Pains begin to flit over the body. They move around here and there over the fibers in the place of another, and every time he moves the pains increase until they end in a steady and continuous pain. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ്? അത്ര സുഖമില്ല, ഐ നോട്ട് വെരി വെൽ, എനിക്ക് അത്ര നല്ല സുഖമില്ല, എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. ലാംഗ്വിഡ് ആൻഡ് ടയർഡ്. ലാംഗ്വിഡ് എന്ന് വെച്ചാൽ മടി പിടിച്ച്, ഒരു ലേസിനെസ് മാതിരി മടി പിടിച്ചിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു, നടക്കാനൊക്കെ ഒരു മടി, ആരും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു മെൻ്റൽ ആസ്പെക്റ്റും ഉണ്ട്. ആരും ഒന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, നടക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. ഇത് പതുക്കെ വർദ്ധിച്ചിട്ട് എങ്ങനെയാണ്? പെയിൻസ് ബിഗിൻ ടു ഫ്ലിറ്റ് ഓവർ ദ ബോഡി. ശരീരം മുഴുവൻ വേദനകൾ സഞ്ചരിക്കുന്നു. വേദനയുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദേ മൂവ് അറൗണ്ട് ഹിയർ ആൻഡ് ദർ. എവിടെയാ? ഓവർ ദ ഫൈബേഴ്സ് ഇൻ വൺ പ്ലേസ് ആൻഡ് അനദർ. ഒരു ഫൈബ്രസ് നേച്ചറുള്ള സ്ഥലങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ഇങ്ങനെ വേദന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് പേശികളിലും മറ്റുമൊക്കെ. ആൻഡ് എവറി ടൈം ഹി മൂവ്സ് ദ പേസ്. ഓരോ ചലനവും വേദന വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം ചലിക്കാൻ ഭയമാവുന്നൊരവസ്ഥ. പതുക്കെ വേദന വരുന്നു, വേദന സഞ്ചരിക്കുന്നു. ഈ രോഗിയുടെ ചലനം വേദന ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അൻറ്റിൽ ദേ എൻഡ് ഇൻ എ സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പെയിൻ. അവസാനം വന്നിട്ട് സുസ്ഥിരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വേദനയായിട്ട് പരിണമിക്കുന്നു. ദ പാർട്സ് ബിക്കം ഹോട്ട് ആൻഡ് ഇൻഫ്ലെയിംഡ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഹീസ് ഡൗൺ വിത്ത് റൊമാറ്റിസം. അപ്പോൾ ആദ്യം ഓരോ ശരീരഭാഗങ്ങളുടെ ചൂട്, വീക്കം, അങ്ങനെ വന്നിട്ട് അതിങ്ങനെ വർദ്ധിച്ചിട്ട് അവസാനം വാദം, റൊമാറ്റിസം, വാദം പിടിച്ച ആൾ കിടപ്പായി. തുടക്കം എങ്ങനെയാ? ചൂടും വീക്കവും നീർവീക്കവും, അവസാനം റൊമാറ്റിസം. റൊമാറ്റിസിൻ്റെ പൊതുവെ കാണുന്നൊരു പ്രകൃതം. അതേസമയം റെസ്റ്റോക്സിൻ നമ്മൾ റൊമാറ്റിസം ഉണ്ട്. അവിടെ എങ്ങനെയാ? ജെൻറ്റിൽ മോഷൻ, തുടക്കത്തിൽ വേദന, പിന്നീട് വേദന കുറയുന്നു. മോഷൻ കൂടുമ്പോൾ വേദന പിന്നെ അവസാനം കൂടുന്നു. ബ്രയോണിന് അങ്ങനെയല്ല, രോഗിക്ക് അനങ്ങാൻ തന്നെ മടിയാണ്. ഓരോ അനക്കവും വേദന വർദ്ധിപ്പിക്കും. സംഗതി ഭാവം തന്നെ, ഓരോരുത്തരും ഓരോ സ്വഭാവം. ദ കംപ്ലൈൻസ് കം ഓൺ ആഫ്റ്റർ ടേക്കിംഗ് കോൾഡ്, നോട്ട് ദ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ് ആസ് എൻ അക്കോണറ്റ് ഓർ ബെൽ, but the day after an exposure he begins to feel uneasy and he sneezes and the nose discharges. There is rawness in the chest and in a day or so he has a chill and comes down with some inflammatory trouble, pneumonia or pleurisy. അതാണ് ഗ്രാജുവൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അക്കൗണ്ടിൽ കണ്ടു, പകൽ സമയം തണുപ്പിടിച്ചു, വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് വല്ലാതെ വയലൻറ്റ് പ്രശ്നങ്ങൾ. ഇവിടെ അങ്ങനെയല്ല. ബ്രയോണിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഒരു തണുപ്പ് അടിച്ച ശേഷം കംപ്ലൈൻറ്റ്സ് വന്നു തുടങ്ങുന്നു. ആദ്യത്തെ മണിക്കൂറുകളിലല്ല, അക്കൗണ്ടിലും ബില്ലും കാണുന്നവരല്ല, ഡേ ആഫ്റ്റർ ആൻ എക്സ്പോഷർ. ഇന്ന് ആണ് തണുപ്പിടിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കാം ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത്. അതിന് തുടക്കം എങ്ങനെയാണ്? ചെറിയ അനീസ്നെസ്, ഒരു 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 സുഖമില്ല എന്ന് പറയുന്നൊരവസ്ഥ. കുറച്ച് തുമ്മാൻ തുടങ്ങുന്നു, മൂക്ക് ചീറ്റാൻ തുടങ്ങുന്നു. പിന്നെ അതിന് പിന്നാലെ ചെസ്റ്റിൽ റോനസ്, ഒരു നെഞ്ചിന് സുഖമില്ല, ശ്വാസം കഴിക്കുമ്പോഴും മറ്റുമൊക്കെ ഒരു പ്രയാസം. പിന്നെ അത് അടുത്ത പടിയായിട്ട് കുളിരും പനിയും വരാം. പിന്നെ ഇൻഫ്ലമേറ്ററി ട്രബിൾസ് നിങ്ങൾ വരാം. ഇൻഫ്ലമേറ്ററി ട്രബിൾസ് എന്താണ്? അവസാനത്തുനിന്ന് ന്യൂമോണിയ അല്ലെങ്കിൽ പ്ലൂറിസി.
ഗുരുതരമായ അവസ്ഥയിലേക്ക്. അപ്പോൾ വെറുതെ ഒരു അണീസ്നെസ്സിൽ തുടങ്ങി തുമ്മലും ചീറ്റലിലും ഒക്കെ തുടങ്ങി അവസാനം ന്യൂമോണിയയിലോ പ്ലൂറിസിയിലോ അവസാനിക്കുന്നു. പല പല ദിവസങ്ങളുമുണ്ട്. അതാണ് ബ്രയോണിൻ്റെ ഒരു സ്വഭാവം. Its inflammatory complaints include inflammation of the membranes of brain, sometimes extending into the cord, the pleural membrane, the peritoneum, and the heart covering. These are the most common. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ഇൻഫ്ലമേഷൻസ്, ബ്രയോൺ ഇൻഫ്ലമേഷൻസ് തലച്ചോറിൽ വരാം. ചിലപ്പോൾ അത് സുഷ്മിക നാഡിയിലേക്ക്, സ്പൈനൽ കോഡിലേക്ക് വരാം, പ്ലൂറൽ മെംബ്രെയിൻസിലേക്ക് വരാം, പെരിട്ടോണിയത്തിൽ വരാം, ഹാർട്ടിൻ്റെ കവറിങ്ങിൽ പെരിക്കാർഡിയത്തിൽ വരാം. ഇതൊക്കെയാണ് സാധാരണ വരുന്നത്. ഇറ്റ് ഓൾസോ ഹാസ് ഇൻഫ്ലമേഷൻ ഓഫ് ഓർഗൻസ്. ഇത് കൂടാതെ മറ്റ് ശരീരഭാഗങ്ങളിലും ശരീരത്തിൻ്റെ അവയവങ്ങളിലും ഇൻഫ്ലമേഷൻ വരാം. വെൻ ദീസ് കണ്ടീഷൻസ് കം ഓൺ, ദർ ഇസ് നോട്ടീസ്ഡ് വെരി ഏർലി ഇൻ ദ കേസ്, ഈവൻ ബിഫോർ ദ പെയിൻസ് ബിഗൻ ആൻഡ് അവേർഷൻ ടു മോഷൻ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രശ്നമായാലും ശരി, ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ ആദ്യമേ കാണുന്നത്, ഏറ്റവും ആദ്യം കാണുന്നത് ആവേർഷൻ ടു മോഷൻ, ഒന്ന് അനങ്ങാനുള്ള മടി, ചലിക്കാനുള്ള മടി. അതാണ് വെറി ഏർലി സ്റ്റേജ്, തുടക്കത്തിലേ കാണുന്നതാണത്. ആ സ്വഭാവം പിന്നീട് ചലനത്തിനുള്ള പ്രയാസമായിട്ട്, വേദനയായിട്ട്, പ്രയാസങ്ങളായിട്ട് മാറുന്നു. ബ്രയോണിൻ്റെ സ്വഭാവമാണത്. ആ നേച്ചർ, ഒരു ഔഷധത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നില്ലേ, തുടക്കത്തിലേ തന്നെ അത് കാണുന്നു. പിന്നീടാണ് പ്രശ്നങ്ങൾ വരാതിരിക്കുന്നത്. പക്ഷേ ഈ അനങ്ങാനുള്ള മടി, ബ്രയോണിൻ്റെ ആ ഒരു കോർ നേച്ചർ തുടക്കത്തിലേ കാണാം. ആൻഡ് ദ പേഷ്യൻ്റ് ഡസ് നോട്ട് നോ വൈ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം രോഗിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല. ബട്ട് ഫൈനലി ഹി ഒബ്സർവ്സ് ദാറ്റ് ഹിസ് സിംറ്റംസ് ആർ മെയ്ഡ് വേഴ്സ് ഇഫ് ഹി ഹാസ് ടു മൂവ്. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, താനൊന്ന് അനങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ, അന്ന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, കിണക്കിടന്ന് എഴുന്നേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് കിടക്കുന്ന നടന്ന് ടോയ്ലറ്റിൽ പോയി എഴുന്നേക്കണം, ആഹാരം കഴിക്കുക എഴുന്നേക്കണം, അതുപോലും പ്രയാസമായി മാറുന്നു. അത് രോഗി തിരിച്ചറിയും, കുറച്ച് കഴിഞ്ഞ് തിരിച്ചറിയും. സോ ദാറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഇൻക്ലിനേഷൻ ടു മൂവ് ഈസ് റെസിസ്റ്റഡ് വിത്ത് എ ഫീലിംഗ് ഓഫ് ആങ്കർ. അവസാനം പറ്റും, ചെറിയൊന്ന് അനങ്ങണ്ട്, ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് പോയി മൂത്രം, കുട്ടിയാണെങ്കിൽ ഒന്ന് പോയി മൂത്രം ഒഴിക്കുക, എഴുന്നേറ്റ് ഒന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിക്ക് ദേഷ്യം വരും. ആ അനങ്ങണമെന്നുള്ള ആ ഒരു നിർദ്ദേശത്തിന് ദേഷ്യം കൊണ്ട് ചെറുക്കും. കാരണം അത് അത്രയ്ക്ക് പെയിൻഫുള്ളാണ്, അത്ര ഡിസ്ട്രസ്. നേരത്തെ പറഞ്ഞ ഡിസ്ട്രസ് രോഗിയെ വല്ലാതെ പ്രശ്നത്തിലാക്കുക ചെയ്യുന്നത്. അപ്പം ആ ഡിസ്ട്രസ് ഉണ്ടാകാതിരിക്കാൻ ദേഷ്യപ്പെട്ട്, ചിലപ്പോൾ തന്നോട് തന്നെ ദേഷ്യപ്പെടാം. ഉണ്ടോ? ആങ്കർ കൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വെൻ ഹി ഡസ് മൂവ് ഹി ഫൈൻഡ്സ് ഹീസ് അറൗസ് ടു ഗ്രേറ്റ് സഫറിങ്. അനങ്ങി തുടങ്ങിയ വല്ലാത്ത സഹനമാണ്. ആൻഡ് ദാറ്റ് ഓൾ ദ എയ്ക്സ് ആൻഡ് പെയിൻസ് ഓഫ് ദ ബോഡി കം ഓൺ. ശരീരത്തിലെ എല്ലാതരം വേദനകളും എല്ലാത്തരം നൊമ്പരങ്ങളും അതോട് ചാടിപ്പുറത്ത് വരും. ദസ് വി ഹാവ് ദ വെൽ നോൺ ബ്രയോണിയ അഗ്രവേഷൻ ഫ്രം മോഷൻ. അതാണ് ബ്രയോണിയയുടെ വളരെ സുപ്രസിദ്ധമോ കുപ്രസിദ്ധമായിട്ടുള്ള അഗ്രവേഷൻ ഫ്രം മോഷൻ, അനക്കത്തിൽ നിന്നുള്ള വർധനവ്, ബ്രയോണിയുടെ സ്വഭാവം. ദിസ് റൺസ് ഓൾ ത്രൂ ദ റെമഡി. ഇത് ബ്രയോണിയ എന്ന് പറയുന്ന ഔഷധത്തിൻ്റെ എല്ലാ സ്വഭാവത്തിലും ഇത് പൊതുവായിട്ടുണ്ട്. അതാണ് ബ്രയോണിയുടെ സ്വഭാവത്തെക്കുറിച്ചൊരു വളരെ ഫണ്ടമെൻ്റലായിട്ടൊരു ധാരണ. ഈ ഒരു ധാരണ ശരിക്കും ഉറച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. നേരത്തെ പറഞ്ഞു, ബ്രയോണിയും ബെൽറോണിയും തമ്മിൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട്. അതൊക്കെ ഈ ഒരു അടിസ്ഥാന സ്വഭാവം, ആ നേച്ചർ ഓഫ് ദ റെമഡി, നേച്ചർ ഓഫ് ദ ഡിസീസ്, നേച്ചർ ഓഫ് ദ പേഷ്യൻ്റ്, ആ രോഗിയുടെ സ്വഭാവം, ഔഷധത്തിൻ്റെ സ്വഭാവം, രോഗാവസ്ഥയുടെ സ്വഭാവം, അത് മനസ്സിലാക്കി അവയെ തമ്മിൽ താരതമ്യം ചെയ്യാൻ, അവ ഇക്വേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ അറിവ് വേണം, നോളജ് ഉണ്ടാവണം, ഫണ്ടമെൻ്റൽ നോളജ് ഉണ്ടാവണം. ഒരു ഔഷധത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഒരറിവ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ബ്രയോണിയെക്കുറിച്ച് ഇനിയും ധാരാളം അറിവുകൾ കിട്ടാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ പരമ്പര ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ ലിങ്കുകൾ അയച്ചു കൊടുത്തും മറ്റുമൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കുക. വളരെ ഭംഗിയായിട്ട് ഹോമിയോപ്പതിയെ പ്രാക്ടീസ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ രോഗശാന്തി വരുത്താനും ഈ പുസ്തകം നിങ്ങളെ തീർച്ചയായും സഹായിക്കും.
അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. ഭാവിയിൽ നല്ല വിജയിക്കുന്ന പ്രാക്ടീഷണേഴ്സായിട്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും മാറാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.